നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത കാലത്തായി കേരളത്തിൽ ക്യാൻസർ രോഗ ചികിത്സയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു അപൂർവ സസ്യമായ ലക്ഷ്മി തരുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സിമറോക്കേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സിമറോബ ഗ്ലൗക്ക എന്നതാണ്. എണ്ണവൃക്ഷം, പാരഡൈസ് മരം എന്നെല്ലാം ഇത് അറിയപ്പെടുന്നു. ഏകദേശം 25 അടിയോളം ഉയരത്തിൽ വളരുന്ന ഒരു വലിയ വൃക്ഷമാണിത്. ഇതിൻ്റെ ജന്മദേശം അമേരിക്കയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അനേകം ശാഖകളോടെ പന്തലിച്ചു വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ ഓവൽ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഉപരിതലം കടും പച്ച നിറത്തിലും അടിഭാഗം ഇളം പച്ച നിറത്തിലും കാണപ്പെടുന്നു. മഞ്ഞ കലർന്ന വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഈ വൃക്ഷത്തിനുള്ളത്. ഈ വൃക്ഷം പൂക്കുന്ന സമയം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ഇതിൻ്റെ ഫലങ്ങൾ ഞാവൽ പഴത്തിനോട് സാമ്യമുള്ളതാണ്. അത് പഴുക്കുമ്പോൾ ചുവപ്പ് നിറമായി മാറുന്നു. ഭക്ഷ്യയോഗ്യമായ ഇതിൻ്റെ കായ്കൾക്ക് മധുരമാണുള്ളത്. ഇതിൽ നിന്ന് ജാം, ജ്യൂസ്, ചോക്ലേറ്റ് തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ ഫലത്തിൽ കുരുവും അടങ്ങിയിട്ടുണ്ട്. കുരുവിൽ നിന്ന് എണ്ണ തയ്യാറാക്കാറുണ്ട്. ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയിൽ കൊഴുപ്പിൻ്റെ അംശം കുറവാണ്. പാചക എണ്ണയ്ക്ക് പുറമെ ഇതിൽ നിന്ന് ഷാംപൂ, സോപ്പ്, മെഴുകുതിരി, വാർണിഷ് തുടങ്ങിയവയും ഉൽപ്പാദിപ്പിക്കാറുണ്ട്. പാതയോരങ്ങളിൽ തണലും അഴകും കൂട്ടാനും തരിശുഭൂമികളെ ഫലഭൂയിഷ്ടമാക്കാനും ലക്ഷ്മി തരു നല്ലൊരു വൃക്ഷമാണ്. ഇതിൻ്റെ വേരുകൾ ഇടതൂർന്നതാണ്. അത് മണ്ണൊലിപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ ഇലകൾ തണലത്ത് വാട്ടി തിളപ്പിച്ചെടുത്ത വെള്ളം ക്യാൻസർ രോഗികൾക്ക് നല്ലൊരു ഔഷധമായി ഇന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കീമോതെറാപ്പിക്ക് വിധേയരായ ക്യാൻസർ രോഗികളിൽ കാണുന്ന പാർശ്വഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനും ഇതിൻ്റെ ഇല ചേർത്ത കഷായം നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലകളിൽ അടങ്ങിയിട്ടുള്ള ക്വാസിനോഡ്സ് എന്ന രാസസംയുക്തത്തിന് ട്യൂമർ, രക്താർബുദം തുടങ്ങിയവയെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ഗവേഷണ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഗർഭാശയ രോഗങ്ങൾ, ചിക്കൻ ഗുനിയ, മലേറിയ, ഉദര രോഗങ്ങൾ, അൾസർ തുടങ്ങിയവയ്ക്ക് ഇതൊരു നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ ലക്ഷ്മി തരു ഇന്ന് ഈ നവമാധ്യമങ്ങളിലൂടെ വളരെയധികം പ്രസിദ്ധി ആർജിച്ചൊരു ചെടിയാണ്, ഒരു പഴമാണ്. കാരണം അർബുദ രോഗികൾക്ക് ഇത് മാത്രം മതി എന്നുള്ള ധാരണയിൽ കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. അത് മുഴുവൻ ശരിയല്ല. കാരണം ലക്ഷ്മി തരു മാത്രം കഴിച്ചാൽ അർബുദം അല്ലെങ്കിൽ ക്യാൻസർ മാറുമെന്ന ധാരണ തെറ്റാണ്. പക്ഷേ ഈ ചെടി വളരെയധികം ന്യൂട്രീഷ്യസ് ആണ്. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുണ്ട്. ഇതിൽ 1-2 ആൽക്കലോയിഡ് ഈ കോശത്തിൻ്റെ അബ്നോർമൽ മൾട്ടിപ്ലിക്കേഷനെ തടുക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് അത് മാത്രം കഴിച്ചാൽ അർബുദം മാറില്ല. പക്ഷേ അർബുദ രോഗികൾ ഇപ്പോൾ കീമോതെറാപ്പിയും അതൊക്കെ കഴിഞ്ഞ് ശരീരം ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഫർദറായിട്ട് അത് വരാതിരിക്കാൻ ഈ ലക്ഷ്മി തരു ദിവസേന കഴിക്കുന്നത് നല്ലതാണ്. അതിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അകത്തേക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ പഴം തന്നെ ജ്യൂസാക്കിയിട്ട് കഴിക്കാം. ഇതിൻ്റെ പഴം ഈ ജാം ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ജാം ഉണ്ടാക്കി വെച്ച് ദിവസേന ഈ ജാം കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഈ അർബുദം മാത്രമല്ല, മറ്റു പല അസുഖങ്ങൾ, ഇപ്പോൾ ഈ മദാത്യത്തിന്, ഈ മദ്യം കഴിച്ച് ക്ഷീണിച്ച ആൾക്കാർക്ക് മദ്യം നിർത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് അയാൾക്ക് ആ ശരീരത്തിൻ്റെ പഴയ ഊർജ്ജം നിലനിർത്താൻ ഈ ലക്ഷ്മി തരു അതിൻ്റെ ജ്യൂസ് അടിക്കുക, പഴം കൊണ്ട് ജ്യൂസ് അടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്.